നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന പദ്ധതി അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, മെയ് മാസം 3200 രൂപയൊക്കെ പെൻഷൻ ലഭിച്ചവർ ശ്രദ്ധിക്കുക. നമുക്കിനി മസ്റ്ററിങ് ചെയ്യേണ്ടതുണ്ട്. പെൻഷൻ ലഭിച്ച എല്ലാവരും തന്നെ മസ്റ്ററിങ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത് വാർഷിക മസ്റ്ററിങ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കളും അക്ഷയ സെൻറ്ററിൽ എത്തിച്ചേർന്നും അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ മസ്റ്ററിങ് ചെയ്യുന്നതാണ്. ജൂൺ മാസം 25-ാം തീയതിയോടെ ആയിരിക്കും വാർഷിക മസ്റ്ററിങ് ആരംഭിക്കുക. ജൂൺ മാസം 25-ന് ആരംഭിച്ച ഓഗസ്റ്റ് മാസം 24-ാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത്. ആധാറാണ് ഇതിൻ്റെ ഒരു പ്രധാന രേഖ. ആധാറുമായിട്ട് എത്തിച്ചേർന്ന് വേണം ഇത് പൂർത്തിയാക്കാൻ. മുൻ വർഷങ്ങളിൽ ചെയ്തിട്ടുള്ളവർക്ക് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം. അതുമാത്രമല്ല, 25-ന് ശേഷം മാത്രം എത്തിച്ചേർന്നാൽ മതിയാകും. അതിന് മുൻപ് എത്തിച്ചേർന്നാൽ മസ്റ്ററിങ് ചെയ്യുന്നതല്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വാർഷിക മസ്റ്ററിങ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമാണ്. അതുകൊണ്ട് തന്നെ വാർഷിക മസ്റ്ററിങ്ങിൽ നിർബന്ധമായിട്ട് എല്ലാ ഗുണഭോക്താക്കളും 2024 ഡിസംബർ 31 വരെ പെൻഷൻ അപ്രൂവായി അത് അനുവദിച്ചിട്ടുള്ള എല്ലാവരും മസ്റ്ററിങ് ചെയ്യേണ്ടത് നിർബന്ധം തന്നെയാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും അപേക്ഷ വെച്ചിരുന്ന വിദ്യാസമോന്നതി സ്കോളർഷിപ്പിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നൽകുന്ന വിദ്യാസമോന്നതി സ്കോളർഷിപ്പാണിത്. തുടക്കത്തിൽ തന്നെ 10,000 രൂപയ്ക്ക് മുകളിൽ തന്നെ ധനസഹായം അനുവദിക്കുന്ന സ്കീമുകളാണിവ. ജനറൽ വിഭാഗങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകിയാണ് ഈ സ്കോളർഷിപ്പ് ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, റേഷൻ കാർഡ് ഉള്ളവരെല്ലാം ശ്രദ്ധിക്കുക. റേഷൻ കാർഡിൽ മുൻഗണനാ വിഭാഗത്തിലാണ് നമ്മളുടെ കാർഡ് ഉള്ളത് എങ്കിൽ ഇലക്ട്രോണിക് KYC ചെയ്യാനുള്ള സമയപരിധി ജൂൺ മാസം 10-ാം തീയതിയോടെ അവസാനിക്കുകയാണ്. ഇനി ആരെങ്കിലും ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കാനുണ്ടെങ്കിൽ, അതായത് മസ്റ്ററിങ് റേഷൻ കാർഡിൻ്റെ പൂർത്തിയാക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. റേഷൻ കടകൾ വഴി അല്ലെങ്കിൽ താലൂക്ക് ഓഫീസുകൾ വഴി, സപ്ലൈ ഓഫീസുകൾ വഴിയൊക്കെ ഇത് പൂർത്തിയാക്കുന്നതിനുള്ള അവസരം ഒരുക്കി തരുന്നുണ്ട്. ഇത് പൂർത്തിയാക്കിയില്ല എങ്കിൽ നമ്മളുടെ പേരുകൾ ഒരുപക്ഷെ റേഷൻ കാർഡിൽ നിന്ന് നീക്കം ചെയ്തേക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കേണ്ട ഭക്ഷ്യവിഹിതത്തിലും കുറവ് വന്നേക്കാം. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആധാർ അപ്ഡേഷൻ ചെയ്യാത്തത് മൂലമൊക്കെ നിരവധി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റേഷൻ കാർഡിൽ ഈ മസ്റ്ററിങ് ചെയ്യുന്നതിന് തടസ്സം നേരിട്ടിട്ടുണ്ടായിരുന്നു. ഇനി സ്ഥലത്തില്ലാത്തവർ, അതായത് വിദേശ രാജ്യങ്ങളിൽ ജോലിക്കോ പഠനത്തിനോ പോയിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരുടെ സ്റ്റാറ്റസ് റേഷൻ കാർഡിൽ NRK എന്ന് മാറ്റേണ്ടതാണ്. അങ്ങനെ മാറ്റിയാൽ നമ്മളുടെ റേഷൻ കാർഡിൽ പേരുണ്ടാകും. പിന്നീട് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം മസ്റ്ററിങ് ചെയ്താലും മതിയാകും. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ വർഷം 6000 രൂപ ലഭിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളുടെ ഫോണുകളിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി PM കിസാൻ സമ്മാൻ നിധിയുടെ അല്ലെങ്കിൽ PM കിസാൻ യോജന എന്നൊരു ആപ്ലിക്കേഷൻ്റെ ഫയലുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വിവിധ ഗ്രൂപ്പുകളിൽ ഇത് വലിയധികം ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊരു തട്ടിപ്പ് സംഘങ്ങളുടെ ഒരു ആപ്ലിക്കേഷനാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ തട്ടിപ്പ് സംഘങ്ങൾ നമ്മളുടെ അക്കൗണ്ട് വിവരങ്ങൾ കൈക്കലാക്കുകയാണ് ചെയ്യുന്നത്. അതോടെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ബാലൻസ് ഉൾപ്പെടെ ഇവർ കൈക്കലാക്കുകയും ചെയ്യും. ഇതൊരു വലിയ തട്ടിപ്പാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതൊരു വ്യാജ ഫയലാണെന്ന് മനസ്സിലാക്കുകയും ഇത്തരം ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ തട്ടിപ്പ് നടന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സൈബർ പോലീസിൽ വിവരം അറിയിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.